we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആഹാരം തരണമേ. ഞങ്ങളോട് തെറ്റുകാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. അഭിമാനായ ദൈവമേ, മാംഗല്യകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുവിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പര വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദവരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കും അവസാന ദിവസം അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സഹോദരരെ, ഉത്തമ ഗീതത്തിൽ നിന്നുള്ള വായന. ഞാൻ സാരോണിലെ പുഷ്പവും താഴ്വരയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകളുടെ ഇടയിൽ ലില്ലി എന്ന പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന. കാട്ടുമരങ്ങളുടെ ഇടയിൽ ആപ്പിൾ വൃക്ഷം എന്ന പോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എൻ്റെ പ്രിയൻ. അതിൻ്റെ നിഴലിൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിൻ്റെ പഴം എനിക്ക് മാധുര്യപൂർണ്ണമത്രേ. വിരുന്നശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. പതാക എൻ്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശയാകയാൽ മുന്തിരിയുടെ തന്ന് എന്നെ ശക്തിപ്പെടുത്തുവിൻ. ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവിൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ പോകുന്ന അനുവിനെയും ലിബിനെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇവർ ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ, സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ,
മാതൃകാപരവും സുഹൃതസമ്പന്നവുമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരു അത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധൂവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ, ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്താലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ വർത്തിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ. Once in a lifetime, you come along, pushing the boundaries, rewriting a song. And maybe tomorrow we can be great, but just for the moment, it's a beautiful day. 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 എത്തിയോന്നോ ഞങ്ങൾ നോക്കിയില്ല. രജിസ്റ്ററിൽ ഞാൻ ഇപ്പോഴാണ് പൂരിപ്പിച്ചത്. രണ്ടുപേരും നമ്മുടെ പിള്ളേരാണ്. രണ്ടുപേരും പള്ളിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഇവനാണെങ്കിൽ KCVMൻ്റെ പ്രസിഡൻ്റായിട്ട്, ഞാനിത് ആരോടാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട്, പ്രസിഡൻ്റായിട്ടൊക്കെ കൊറോണ തലത്തിലും ഇടവക തലത്തിലുമൊക്കെ പ്രവർത്തിക്കുന്നയാളാണ്. അനുവാണെങ്കിൽ ഫാമിലി യൂണിറ്റിൻ്റെ ആനിമേറ്ററായിട്ട് എപ്പോഴും സേവനം ചെയ്യുന്നയാളാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ അടുത്തിൽ നിന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്ന രണ്ടുപേരോട് ഞാൻ ചോദിച്ചു, നിങ്ങളെന്താണ് അതിൻ്റെ ഒരു തീരുമാനമെടുക്കുന്നത്? അപ്പോൾ രണ്ടുപേരും വളരെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വിചാരിച്ചാൽ വളരെ നല്ല കാര്യം. രണ്ടുപേരും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനൊക്കെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല, എല്ലാം ദൈവ നിശ്ചയമാണെന്നുള്ളതാണ്. അതുതന്നെയാണ് വിവാഹത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ദൈവമാണ് നമ്മളെ യോജിപ്പിക്കുന്നത്. അതിൽ മറ്റാർക്കും വലിയ പങ്കൊന്നുമില്ല. ബാക്കിയൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഒരു കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് കേട്ടുകഴിഞ്ഞാൽ ഞാനൊന്ന് അന്വേഷിച്ചു. ആരും മോശം പറഞ്ഞില്ലാത്തതാണ്. സാധാരണ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയേണ്ടതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും വലിയ മതിപ്പാണ്. അത്രമാത്രം നല്ല രണ്ട് മക്കളാണ് ഒരുമിച്ച് ചേർക്കപ്പെടുക. ഇതിൻ്റെ പപ്പയാണ് ഈ ജോണിച്ചേട്ടൻ. അച്ഛനായില്ലാതെ മാത്രമേ ഉള്ളൂ. പള്ളിയിലാണ് മിക്കവാറും എല്ലാ കാര്യങ്ങളിലും പള്ളിയിലാണ്. ഇതിൻ്റെ അനിയനായാലും ഇപ്പോഴും KCVMൻ്റെ വളരെ ഊർജ്ജസ്വലനായിട്ടുള്ളൊരു പ്രവർത്തകനാണ്. ജോസാറാണെങ്കിലും നമുക്കറിയാം, ഒന്ന് പരിശ്രമിച്ചതാണെങ്കിലും പള്ളിയോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും മതാധ്യാപകനാണ്. യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നയാളാണ്. ഓരോ പള്ളികളിൽ പോയി ക്ലാസ്സുകൾ എടുക്കുന്നയാളാണ്. എല്ലാ തരത്തിലും സഭയോടും സഭാ തനികളോടും ഒക്കെ ചേർന്ന് നിന്ന് ആദ്യം മുതലേ തന്നെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ടീച്ചറാണെങ്കിൽ എല്ലാ തരത്തിലും വളരെ സ്നേഹനിധിയായ ഒരു അമ്മച്ചിയാണ്. അനിത്യയായാലും മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഏറെ അനുഭവിക്കുകയും അത് മറ്റുള്ളവർക്ക് ഒരു കൊച്ചിൻ്റെ അതിനെക്കുറിച്ചുള്ള കൊച്ചുങ്ങളുടെയൊക്കെ പ്രൊട്ടക്ഷൻ. ഇന്ന് പിന്നെ ഒരു പ്രത്യേകതയുള്ളത്
പലരുടെ ജന്മദിനം ഇന്ന് ആഘോഷിക്കാന്ന് പറയുന്നത്. ഒന്ന് അമ്മച്ചിയുടെ അല്ലേ, പിന്നെ അച്ഛൻ്റെ ട്വിൻ ബ്രദറോട് വന്നിട്ടുണ്ടോ? അവിടെ ഉണ്ട്, ഒളിച്ച് കാണും. അപ്പം ഇന്ന് ഒത്തിരി പേരുടെ ജന്മദിനങ്ങളും എല്ലാ തരത്തിലും ഇന്ന് ന്യൂ ഇയർ ആണ്, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം എല്ലാ അർത്ഥത്തിലും ഇന്ന് വളരെ ഏകേമമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ജനത്തിൻ്റെ മംഗളങ്ങൾ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പുത്തനാണ്ടിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് മനസ്സമ്മത കർമ്മത്തിലേക്ക് കടക്കാം. അച്ഛൻ ചോദിക്കുന്ന ചോദ്യത്തിന് രണ്ടുപേരും എന്താണ് എൻ്റെ ഉത്തരം? ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് എൻ്റെ ഉത്തരം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്തുതി. ഭൂമിയിൽ മനുഷ്യരുടെ സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ സഹോദരനെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്കെഴുതിയ എഴുതിയ ഒന്നാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ.
ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതിന് സന്തോഷങ്ങളിൽ കൂടിയുള്ളാനും നിങ്ങളെ സന്തോഷപൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. നിവിൻ അനു സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭാവിധത്തോടെ വിശ്വസം പുലർത്തുകയും ചെയ്തു. ക്രിസ്തു വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന വിവാഹത്തിലേക്ക് അവകാശ സ്വഭാവം മനസ്സിലാക്കിയിട്ടുള്ളത് ഉത്തരവാദിത്വത്തോടെ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. പരസ്യമായിട്ട് ജ്ഞാപകങ്ങൾ സമയങ്ങളിപ്പോൾ അവസരം നൽകുക. അതിനാൽ സമയങ്ങളിപ്പോൾ വ്യക്തമാക്കുക. വിഷയയുടെ തിരിച്ചുള്ള നടപടികളനുസരിച്ച് സ്വന്തമായ മനസ്സോടെ അനുവിനെ ഭാര്യയെ സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുക. അത് വിഷയയുടെ തിരിച്ചുള്ള നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടൊപ്പമായ സമയത്തോടുകൂടെ ഇതിനെ മൊത്തമായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഈ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി കർത്താവേ ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ വിവാഹം ദൈവവുമായുള്ള ഉടമ്പടിയാണെന്നും മരണം വരെ നിലനിൽക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടെ ഇവർ ഈ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുവാൻ ഈശോയാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നതെന്ന് അറിയുവാനും വിവാഹ ജീവിതത്തിൽ പരസ്പര ഐക്യവും വിശ്വസ്തയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിൽ ഒരുങ്ങുവാനും വിവാഹബന്ധത്തിന്റെ അഭേദ്യതയും കുടുംബജീവിത ഉത്തരവാദിത്വം ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതം നൽകുവാനും സ്നേഹത്തെ പ്രതി കുരിശുമരണം വരെ ഈശോയെ പോലെ ഇവരും സ്നേഹത്തെ പ്രതി ത്യാഗം ഏറ്റെടുക്കുന്നതിന് സന്നദ്ധതയുള്ളവരായി തീരുവാൻ വിവാഹബന്ധത്തിലേക്ക്
അനുഗ്രഹിച്ചും മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥന നിരതരായ വിവാഹത്തിനൊരുങ്ങുവാൻ കാരണവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തീരുമാനം ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തിലും പ്രതീക്ഷയോടും കൂടി വിവാഹം നികുതാൻ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമൃദ്ധനാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെ നിങ്ങൾ സ്നേഹത്തെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കമതിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment, I found the one, and my life had found its missing piece. So as long as I live, I love you. Will have and hold you. You look so beautiful in white. And from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. കിനാക്കായലോളങ്ങൾ നീന്തുന്നു മെല്ലെ ദൂരെ ദ്വീപിനോരങ്ങൾ തേടി. വിഷാദങ്ങൾ മായുന്നു നിൻ കൂടെ ഞാനിൻ വിരൽ കോർത്തു നിൽക്കും നേരം. സ്വീകരണ ചടങ്ങിൽ ഈശ്വര സാന്നിധ്യം പ്രത്യേകമായിട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം
നമ്മുടെ ബഹുമാനപ്പെട്ട ജോണി വിജയലക്ഷൻ നയിക്കുന്ന കുറച്ച് പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾ അങ്ങേക്കായി സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ 2 മക്കളെ, നിവിനെയും അനുവിനെയും. വിവാഹമെന്ന കുദാശ വഴി ഒരു കുടുംബമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ മക്കളെ അങ്ങ് തൊട്ട് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ചൈതന്യത്താൽ ഇവരെ നിറയ്ക്കണമേ. ഓരോ ദിവസവും ഈ മക്കളെ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥനയുടെ അരൂപിയിൽ നിറഞ്ഞു നിന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർ അവരുടെ വിവാഹ ബന്ധത്തിൻ്റെ ജീവിതത്തിന് ഒരുങ്ങട്ടെ. കാരുണ്യവാനായ ദൈവമേ, ഈ മക്കളുടെ വിവാഹം അത് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തുഷ്ടിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വിവാഹമായി തീരട്ടെ. അവിടെ എന്നും ത്യാഗം നിലനിൽക്കട്ടെ. ത്യാഗത്തോടുകൂടി ജീവിച്ച് ക്ഷമയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ആ വിവാഹ ജീവിതത്തിന്റെ പൂർണ്ണതയിലെത്തട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. So the God said that it's not good for a man to be alone. I will give a suitable helper for him. മനുഷ്യന് ഏകനായിരിക്കുന്നതല്ല, ഞാൻ അവന് ചേർന്നിട്ടുണ്ടെങ്കിൽ നൽകും. So dear Niven and Anu, you are not here not because you met once or fall in love. Never because your families and parents like each other. It's just purely the plan of Almighty God. And on this lovely occasion, on behalf of everyone gathered here, I wish all the success and blessing for the wonderful life together. And thank each and everyone for your valuable presence. ഇന്ന് ജനുവരി 1-ാം തീയതിയാണ്. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്രാൻസിസ് അരീക്കൽ അച്ഛൻ്റെയും വറീസേട്ടൻ്റെയും അതുപോലെ ഷൈബിയുടെയും ബർത്ത്ഡേ കൂടിയാണ്. ഇപ്പം ഇവർ 3 പേരും കൂടി സ്റ്റേജിൽ ഒരു ബർത്ത്ഡേ കേക്ക് മുറിക്കാനായിട്ട് 3 പേരെയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അച്ഛനെയും വറീസേട്ടനെയും ഷൈബിയും കൂടി. എന്താണ് ഈ മൗനം മായാനായി മാത്രം? എന്താണ് 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 ഈ മേഘം തോരാതെ പെയ്യാൻ? എന്താണ് 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 നാം ഒന്നാകും ഈ രാവിൻ തീരത്ത് പൊൻതാരങ്ങൾ കൂടേറുന്നു. ആരാരോ ആരാരോ ആലോലം പാടുന്നു, ആകാശം നെഞ്ചിൽ ചായുന്നു. ആരാരും കാണാതെ ആരോമൽ പൂന്തിങ്കൾ ആരാരിൻ ഉള്ളം തേടുന്നു. എന്താണ് ഈ മൗനം മായാനായി മാത്രം? എന്താണ് 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 ഈ മേഘം തോരാതെ പെയ്യാൻ? എന്താണ് എന്താണ് എന്താണ്
മൗനം ആരാരോ ആരാരോ ആലോലം പാടുന്നു ആകാശം നെഞ്ചിൽ ചായുന്നു ആരാരും കാണാതെ ആലോമൽ പൂന്തിങ്കൾ ആരാരിൻ ഉള്ളം തേടുന്നു ആരാരോ ആരാരോ ആലോലം പാടുന്നു ആകാശം നെഞ്ചിൽ ചായുന്നു ആരാരും കാണാതെ ആലോമൽ പൂന്തിങ്കൾ ആരാരിൻ ഉള്ളം തേടുന്നു I used to believe we were burning on the edge of something beautiful, something beautiful. Selling a dream, smoking mirrors keep us waiting on a miracle, on a miracle. Say go through the darkest of days, having to heartbreak away. Never let you go, never let me down. Oh, it's been a hell of a ride, driving the edge of a knife. Never let you go, never let me down. Don't you give up, nah, nah, nah. I won't
कैसे खोया हूँ, कहना चाहूँ भी तो तुमसे क्या कहूँ, तुमको पाया है तो जैसे खोया हूँ, कहना चाहूँ भी तो तुमसे क्या कहूँ, किसी ज़बान में वो लफ्ज़ ही नहीं कि जिनमें तुम हो क्या तुम्हें बता सकूँ। मैं अगर कहूँ तुमसे हंसी, कायनात में नहीं है कहीं, तारीफ ये भी तो सच है कुछ भी। உங்க ஆடுறதுக்கு ஊரே ஆடுவேன், அதுக்கு ஒரு அடிய போட்டு விடுவோம். तुमसे मिलके दिल का है जो हाल क्या कहे, हो गया है कैसा ये कमाल क्या कहे, तुमसे मिलके दिल का है जो हाल क्या कहे, हो गया है कैसा ये कमाल क्या कहे।
വികാരിയച്ച സ്വന്തം അനുവിൻ്റെ വീട്ടുകാരായ അച്ഛ, അതുപോലെ തന്നെ കിഴക്കമ്പലത്തെ കൊച്ചച്ച, അനുവിൻ്റെ അപ്പയും അമ്മയും, ഞങ്ങളുടെ ഉണ്ണിയാണ് കേട്ടോ നിങ്ങളുടെ നിവിൻ. അപ്പൊ ഉണ്ണിയുടെ അപ്പയും മമ്മിയും മണിയും, എനിക്കിന്ന് ഒത്തിരി സന്തോഷമുണ്ട് ഈ സമയത്ത് വരാനായിട്ട് സാധിച്ചതിൽ. ഞാനിവിടെ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഒരു അച്ഛനുണ്ടോ അല്ലേ? ഞാൻ ഭോപ്പാലിൽ നിന്ന് വരികയാണ്. ഒരു അവധിക്ക് ഒരാഴ്ചക്ക് എനിക്ക് അവധി കിട്ടി. അപ്പോൾ കല്യാണത്തിന് വരാനായിട്ട് എനിക്ക് സാധിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മനസ്സമ്മതത്തിന് വന്ന് ഇവർക്ക് ആശംസകൾ അർപ്പിക്കുക, പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനിയും പ്രാർത്ഥിക്കും. അപ്പോൾ ഇവരുടെ വിവാഹ ജീവിതത്തില് എല്ലാ നന്മകളും നേരുക, അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ കൊച്ചച്ചനോട്, കിഴക്കമ്പലത്തെ കൊച്ചച്ചനോട് ചോദിച്ചു എന്താ പറയണ്ടേന്ന്. അപ്പോ ഹിന്ദിയിൽ പറയാന്ന് പറഞ്ഞു ഹിന്ദിയിൽ പറയണ്ടെന്ന് പറഞ്ഞു, മലയാളം മാത്രം പറയണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ അങ്ങനെ ഒന്നും പറയാനായിട്ട് നൽകിയൊന്നും പറ്റില്ല. അപ്പോ നിങ്ങളുടെ എല്ലാവരും സമ്മതത്തോടുകൂടി ഇവരുടെ അനുവിന്റെയും ഞങ്ങളുടെ ഉണ്ണിയുടെയും വിവാഹ ജീവിതത്തില് ദൈവം ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകട്ടെ. അതാണ് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സമ്മാനം, അതുതന്നെ നമ്മുടെ ആശ, നമ്മുടെ അഭിലാഷയും. ഓക്കെ, മതിയില്ലേ? താങ്ക് യു. ഗോഡ് ബ്ലസ് യു.